കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു. ചിത്ര ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു അമ്മമാരുടെ കുറച്ച് സ്ത്രീകളുടെ വീഡിയോ ഒക്കെയാണ് അത്. ചിത്ര ചേച്ചി ബൊക്കെയൊക്കെ വാങ്ങി നടന്നു പോകുമ്പോൾ ഇവർ വന്ന് കെട്ടിപ്പിടിക്കുകയും ഇറുക്കി പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. ചിത്ര ചേച്ചി ചിരിച്ചുകൊണ്ടാണത് നേരിടുന്നത്. എന്നാൽ പോലും ആ വീഡിയോ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, ചർച്ചയായി. അതിനെക്കുറിച്ച് അനുചന്ദ്ര പങ്കുവച്ചൊരു പോസ്റ്റ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. അവസ്ഥ ചിത്ര ചേച്ചിയുടെ അവസ്ഥ കണ്ട് എനിക്ക് പോലും അയ്യയ്യോ കഷ്ടമെന്ന് തോന്നിപ്പോയി. ഈ സെലിബ്രിറ്റികളുടെ സമ്മതമില്ലാതെ അവരുടെ കവിളിലോ ശരീരത്തിലോ തൊടുന്നതും അവരെ ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ എന്തൊരു മോശം പ്രവൃത്തിയാണെന്നോ. ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിയും KS ചിത്രയോട് അതൊക്കെ തന്നെയാണ് ചെയ്തത്. ഒരു അനുവാദം പോലും ഇല്ലാതെ ഓടിച്ചെന്നങ്ങ് ഉമ്മ കൊടുത്തു. നോക്കൂ, അവർ ഒരു സെലിബ്രിറ്റിയായി പോയത് കൊണ്ട് വ്യക്തിപരമായ അതിരുകളൊന്നും നമ്മൾ അവരോട് പാലിക്കേണ്ടതില്ലേ എന്നാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ ചോദ്യം. സത്യത്തിൽ ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ മറ്റെല്ലാ മനുഷ്യരെയും പോലെ തന്നെ വ്യക്തിപരമായ അതിരുകളും സമ്മതത്തിനുള്ള അവകാശവും ഉള്ള സാധാരണ മനുഷ്യർ തന്നെയാണ്. അതിനാൽ അവരുടെ അനുമതിയില്ലാതെ ശാരീരിക സ്നേഹ പ്രകടനങ്ങൾ നടത്താതിരിക്കുന്നതാണ് യുക്തി. അല്ലെങ്കിലും നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം അവരുടെ ശരീരത്തിലേക്കുള്ള അവകാശമൊന്നും നമുക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഈ ഉമ്മ വയ്ക്കുന്ന സമയത്ത് ചിത്ര ചേച്ചി തന്റെ കവിളിൽ പിടിക്കുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നാൽ മറ്റു താരങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ അവരെപ്പോഴേ റിയാക്ട് ചെയ്തേനെ, പൊട്ടിത്തെറിച്ചേനെ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ. ഒന്നാമത് അവർക്ക് എല്ലാവർക്കും ബോഡി ഗാർഡുകൾ ഉണ്ടാവും. എല്ലാ താരങ്ങൾക്കൊപ്പവും അവരെ സംരക്ഷിക്കുന്ന ചുറ്റും ആളുകളുണ്ടാവും. എന്നാൽ ഈ ഇത് ഒരു തരത്തിൽ സ്നേഹപ്രകടനമാണ്. എന്നാലും പലതരത്തിലുള്ള അസുഖങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന, എന്ന് വെച്ചാൽ ഭയങ്കരമായ അസുഖങ്ങളാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അനുവാദമില്ലാതെ ഒരാൾ ഉമ്മ വയ്ക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ തൊടുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം വളരെ മോശം കാര്യമാണ്. പ്രത്യേകിച്ചും ചിത്ര ചേച്ചി എന്ന് പറയുന്നത് OCD ഉള്ള ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ചിത്ര ചേച്ചി തന്റെ ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേദനയോടെ പറഞ്ഞ വാക്കുകളും ഇതേ സമയം ചർച്ചയാകുന്നുണ്ട്. മകൾ നന്ദനയുടെ മരണശേഷം താൻ അനുഭവിച്ച കടുത്ത മാനസികാഘാതത്തെക്കുറിച്ചാണ് KS ചിത്ര പറഞ്ഞത്. സംഗീത ലോകത്ത് നിന്നും ദൈവത്തിൽ നിന്നും അകന്ന തനിക്ക് ഇളയരാജയും ലതാ മങ്കേഷ്കറിനെ പോലെയുള്ളവരുടെ പിന്തുണയാണ് തിരികെ വരാൻ സഹായകരമായതെന്നാണ് ചിത്ര പറഞ്ഞത്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് എന്നും KS ചിത്ര. അവരുടേതായൊരു പാട്ടെങ്കിലും കേൾക്കാതെ മലയാളികൾക്ക് ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പല ഭാഷകളിലും പല ഭാവത്തിലും ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ചിത്രയുടെ മകൾ നന്ദന വിട പറഞ്ഞിട്ട് 15 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 2011 ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണായിരുന്നു നന്ദന മരണപ്പെട്ടത്. അന്ന് 9 വയസ്സായിരുന്നു ആ കുഞ്ഞു പൂവിന്. ഇപ്പോഴിതാ ആ ആഘാതത്തിൽ നിന്നും താൻ തിരിച്ചു വന്ന് മുന്നോട്ട് വരികയാണ് KS ചിത്ര. അമ്പലത്തിലേക്ക് പോകാൻ പോലും അന്ന് തോന്നിയിരുന്നില്ല എന്നും KS ചിത്ര പറഞ്ഞിരുന്നു. തന്നെ തിരികെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചവർ രഞ്ജിനി ഹരിദാസും വിജയ് TVയിലെ റൌഫ തുടങ്ങിയവരൊക്കെയാണ്. ഞാൻ വന്നാലേ ഷൂട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിൽ നിന്നും എല്ലാ മാസവും രഞ്ജിനി എൻ്റെ അടുത്തേക്ക് അയക്കുമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് തിരിച്ചു വരണമെന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ലതാജിയുടെ പേരിലൊരു അവാർഡ് എനിക്ക് കിട്ടുന്നത്. ഹൈദരാബാദിൽ പോയി അത് ഞാൻ വാങ്ങിക്കണം. അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അങ്ങനെയാണ് ലതാജി എന്നെ ഫോണിൽ വിളിച്ച് വരണമെന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി പേർ കൗൺസിലിങ്ങിന് വന്നു. പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപാട് പേര് വന്നിരുന്നു എന്നും ചിത്ര പറയുന്നു.